ഓരോ വീടുകളാണ്. ഓ, ഔട്ട്ലെറ്റ് ഒരു വലിയ ഷോപ്പിംഗ് ഫാഷൻ ക്ലോത്തിങ് ആണ്. ഇതാണ് പണ്ടത്തെ കാലത്തെ റോഡുകൾ, എതിരെ വീടുകൾ. ഇവിടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. മഞ്ഞ് വീഴുമ്പോൾ അല്ലേ അവർ ക്ലീൻ ആക്കേണ്ടി വരും. ഈ ബാൽക്കണിയിൽ ഗ്ലാസ് ഇട്ടിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ക്ലീൻ ആക്കേണ്ടി വരും. അത് ഇവിടെ നല്ല സ്നോഫോൾ ഉള്ള സ്ഥലം തന്നെയാണ്. വാവ്, ഞാൻ എപ്പോഴും വിചാരിക്കുവേ, ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ ഈ ലോകം എന്തായിരുന്നു. ഫ്ലവേഴ്സ് എത്ര കണ്ണിന് സന്തോഷം തരുന്നതായിട്ടുള്ള കാര്യമാണ്. പഴയ രീതിയിലുള്ള വീടുകളാണ് ഇത്. പിന്നെ വേറൊരു ബൈലൈനാണ്. എല്ലാം ലീഡ് ചെയ്യുന്ന പുഴയുടെ അങ്ങോട്ടായിരിക്കും. നമുക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. ഗിറ്റാർ, മ്യൂസിക്കൽ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഡ്രമ്മോ സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. സുവനീർ ഷോപ്പുകൾ, ഇലക്ട്രോണിക് ഐറ്റംസ്. ഇത് പെയിൻറ്റിങ്ങിൻ്റെ ഷോപ്പാണ്. ഓക്കെ, andiamo. Sì, Dolce Bassano, സ്വീറ്റ് ബസാനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീറ്റ്സ് കിട്ടുന്ന, ചോക്ലേറ്റുകളൊക്കെ കിട്ടുന്ന സംഭവമാണെന്ന് ഒരു കാര്യം ഒന്ന് കാണിക്കട്ടെ. ഇത് ഈസ്റ്റർ എഗ്ഗാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഒരാളിൻ്റെ വലുപ്പത്തിൽ വരെ ഉണ്ടാകും. ഇത് തല്ലിപ്പൊട്ടിച്ച് ചോക്ലേറ്റ് കൊണ്ട് ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്നതാണ്. അത് തല്ലിപ്പൊട്ടിച്ച് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ കാണും. കുട്ടികൾക്ക് അത് കിട്ടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇത് ഒലിവ് വൃക്ഷം ചെറുത്. ഇന്നലത്തെ അൽത്താരയ്ക്കകത്ത് കുർബാനയുടെ സമയത്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇത് ഒലിവാണ്. നമ്മൾ പിന്നെ നമ്മുടെ മൗണ്ടൻ ഏരിയയിലോട്ട് വന്നെത്തി. വേഗം അങ്ങോട്ട് പാസ് ചെയ്യട്ടെ. മൗണ്ടൻ കണ്ടോ? ആകാശം ഭൂമിയും എല്ലാം കൂടെ ഒരുപോലെ ഇറങ്ങി വന്നിരിക്കുന്നു. ക്ലൗഡ് ടച്ച് ചെയ്തിട്ടുണ്ട് മൗണ്ടനെ. കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ബസാനോ ബെൽവെദേർ. ഓക്കെ, അതെ, മൗണ്ടൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ടോപ്പിൽ. എല്ലാവരും വന്നും കൂടെ ഇങ്ങനെ, ഞങ്ങൾ വൈകുന്നേരം കൂടെ ഇതിൽ കൂടെ നടക്കുകയും ചെയ്യാൻ. കണ്ടില്ലേ ചെടികളൊക്കെ എത്ര നല്ലതായിട്ട് മാനിക്യൂർ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതവർ തത്സമയം എല്ലാ കാര്യങ്ങളും. ഇവിടെ പിന്നെ അതെ, താഴെ അതിലെ ഇങ്ങനെ കയറി വരാം. ഒരു പട്ടീനെയും കൊണ്ട് ഒരു അമ്മാമ്മ പാവം കയറി വരുന്നുണ്ട്. ഇത്രയും സ്റ്റെപ്പ് കയറണം കേട്ടോ. നമ്മുടെ പ്രായത്തിലുള്ള നാട്ടിലെ അമ്മാമ്മമാരാണെങ്കിൽ എവിടെയെങ്കിലും കട്ടിലും അവിടെ കാനും കിടക്കുകയുള്ളൂ. പാവ അതായത് പട്ടിയുണ്ട്. പാവ അമ്മാമ്മ കൈവരിയെല്ലാം പിടിച്ച് വരുന്നുണ്ട്. താഴേക്ക് നമ്മുടെ പാർക്കിംഗ് അങ്ങോട്ട് ഇങ്ങനെ. ഇത് ബെഞ്ചാണ്, ഇതാണ് മാർബിളാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. ഇത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. എൻ്റെ ഈ അമ്മായിയമ്മയുടെ വീടിൻ്റെ സ്ഥലം സിറ്റി അല്ല, അതുകൊണ്ട്
ഫ്രഷ് എയറാണ് മൗണ്ടനിൽ നിന്നല്ല. ഇപ്പം നല്ല തണുപ്പുണ്ട്. എല്ലാവരും തന്നെ നമുക്ക് കാണാൻ നമുക്ക് കണ്ടില്ലേ മൗണ്ടൻ ഇതാണ്. ഇതിൽ നമുക്ക് നടക്കാൻ പറ്റും. വൈകുന്നേരങ്ങളിലൊക്കെ നല്ലോണം തണുപ്പ് പിടിക്കും. കമ്മിങ് കീപ് മൂവിങ്. അവിടെ താഴെ പാർക്കിംഗ് ആണ്. പിന്നെ ഞങ്ങളെ കാറില്ലാണ്ടാണ് വന്നത്. എനിക്ക് നടക്കാൻ തന്നെ താല്പര്യം തന്നെ വന്നത്. കാറും കൊണ്ട് വന്ന് അങ്ങോട്ട് കയറിയിരിക്കുകയല്ലോ. അവിടെ ശരീരത്തിനത് പ്രയോജനമൊന്നും ചെയ്യുന്നില്ലല്ലോ. നല്ല രസമല്ലേ ഇത്? വീഡിയോ ഇട്ട് എന്നെ ഒത്തിരി പേര് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. എന്നെ ഞങ്ങളെ കാണിച്ചല്ലോ എന്നും പറഞ്ഞു. ഞാനും നിങ്ങൾക്കിത് കാണിക്കുന്നതിൽ അത്രമാത്രം സന്തോഷം കണ്ടെത്തുന്നു. കാരണം എത്ര പേർക്കാണ് ഇപ്പോൾ ഇവിടെ വരാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് ദൈവം തന്ന നന്മകളെന്ന് ഞാൻ പറയുക അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. എല്ലാത്തിലും ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ആളുണ്ട്, ഒരു വാക്കുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം. സ്ലോപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബ്യൂട്ടി അതിൽ ഒരെണ്ണത്തിൽ പൂവായിട്ടുണ്ട്. വേറൊക്കെ കൂടെ നിറഞ്ഞ് നിൽക്കുമ്പോൾ അത് ഈ കാണുന്നതിൽ പൂവായിട്ടില്ലേ? വേറെ എല്ലാം കൂടെ നിറഞ്ഞ് നിൽക്കുമ്പോൾ എന്തായിരിക്കും രസം. ആൾക്കാർ വന്നിവിടെ ഇങ്ങനെ ഇരിക്കുക, അവനവൻ്റെ കാര്യം നോക്കുക. നമ്മൾ വന്ന വഴി അവിടെയാണ്. കണ്ടോ എത്ര പിക്ചറസ്ക് ആയിരിക്കുന്നത്. താഴോട്ടിറങ്ങിയ പുഴയാണേ. ഇന്നത്തേക്കുള്ളത് ഞങ്ങൾക്ക് എൻ്റെ ഡെയിലി ലൈഫ് ഒരു അക്കൗണ്ട് തന്നല്ലോ അല്ലേ. ഇനിയിപ്പം മിക്കവാറും നാളെ വലിയ മഴയുണ്ട്. പക്ഷെ മറ്റന്നാൾ അതിശക്തമായിട്ടുള്ള മഴയാണ് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ബുധനാഴ്ച തിരിച്ച് പോകുമെന്ന് പറഞ്ഞെങ്കിലും നാളെ തന്നെ പോകാൻ തീരുമാനിച്ചു. ചിലപ്പം വൈകുന്നേരം ഒന്നും കൂടെ നടക്കാൻ വരുമായിരിക്കും. അതെൻ്റെ തീരുമാനമാണ്. ഞാൻ വന്നാലും വന്നില്ലെങ്കിൽ ആൾ പോകുന്നുണ്ടോ? കുട്ടികളുടെ പാർക്കാണെന്ന് പറഞ്ഞ് അവിടെ പാർക്കോ റഗാസി 99 ഉണ്ടാക്കിയതാണിത്. ഓക്കെ.